2025 ഓഗസ്റ്റ് മാസം 5 ഞായറാഴ്ചകളാൽ സമ്പുഷ്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്നത് തന്നെ ഒരു നല്ല മനോഹരമായ ഒരു നോമ്പനുഷ്ഠാനത്തോടുകൂടിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ശൂനോയോ നോമ്പ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നാം ആചരിക്കുകയും 15-ാം തീയതി മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാൾ ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. തീർച്ചയായും ഈ നോമ്പിൻ്റെ ഉള്ളിൽ തന്നെ മറ്റു പല വലിയ പെരുന്നാളുകളും വരുന്നു എന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. 1-ാം തീയതി വളരെ വലിയ വിശുദ്ധരെന്ന് നാം കരുതുന്ന മാർത്തശ്മൂനിയുടെയും 7 മക്കളുടെയും സഹതാകളാണ്. അവരുടെ ഓർമ്മയാണ്. നമ്മുടെ തിരുവാർപ്പ് മാർത്തശ്മൂനി പള്ളി തുടങ്ങിയ ചില ദേവാലയങ്ങൾ അതുപോലെ മനോഹരമായിട്ട് അത് കൊണ്ടാടുന്നു എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് മാവേലിക്കര മെത്രാസനത്തെ നയിച്ച് അതിന് മുമ്പ് ഇടുക്കിയിലും അങ്കമാലിയിലും ഒക്കെ നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണാർഹനായ ബഥനിയിൽ കബറടങ്ങിയിരിക്കുന്ന പൗലോസ് മാർ പക്കോമ്യൂസ് തിരുമേനിയുടെ ഓർമ്മ വരുന്നത്. 3-ാം തീയതി പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 8-ാമത്തെ ഞായറാഴ്ചയാണ്. 6-ാം തീയതി ഒരു മാറാനായ പെരുന്നാളാണ്. താബോറിൻ്റെ അനുഭവം, കൂടാരപ്പെരുന്നാൾ, മർറൂ പെരുന്നാൾ എന്നൊക്കെ വിവിധ പേരിൽ അറിയപ്പെടുന്ന ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് താബോർ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയ സ്ലീഹന്മാരുടെ മുമ്പാകെ കർത്താവിൽ തേജസ്കരിക്കപ്പെടുന്നതും മോശയും ഏലിയാവും കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടുന്നതുമായ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. നമുക്ക് തന്നെ ഒരു രൂപാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഓഗസ്റ്റ് മാസം 6-ാം തീയതി നാം മർരൂപ പെരുന്നാളായിട്ട് അല്ലെങ്കിൽ കൂടാര പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത്. അതേ ദിവസം തന്നെ നമുക്കറിയാം, മലങ്കര സഭയുടെ സ്വത്തായിരുന്ന മലങ്കര സഭയുടെ സ്വത്വബോധം ഉറപ്പിച്ച ഭാഗ്യസ്മരണാർഹനായ ബഥനിയിൽ കബറടങ്ങിയിരിക്കുന്ന അലക്സിയോസ് മാർ തേവോദോസ് തിരുമേനിയുടെ ഓർമ്മ നാം കൊണ്ടാടുന്നത്. 10-ാം തീയതി കൂടാരപ്പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ 7-ാം തീയതി തെസലോനിക്കയിലെ മാർ ദിമത്രിയോസിനെ നാം പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. 15-ാം തീയതി വാങ്ങിപ്പെരുന്നാളും വാങ്ങിപ്പെരുന്നാളിനോട് ചേർന്ന് സഭയുടെ സ്വാതന്ത്ര്യശില്പി എന്ന് വിളിക്കുന്ന മലങ്കര സഭയിൽ കാതോലിക്കൽ സ്ഥാപിച്ചു നൽകിയ അബ്ദേത്ത് മെസ്സിഹ പാത്രിക്കീസ് ബാവായി പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നു. ഭാരതീയർ എന്ന നിലയ്ക്ക് നമുക്ക് അതിപ്രാധാന്യമുള്ള ദിവസമാണ് മാതാവിൻ്റെ വാങ്ങിപ്പും അബ്ദേത്ത് മെസ്സിഹ പാത്രിക്കീസിൻ്റെ ഓർമ്മയും ഭാരതത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യവും ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 16-ാം തീയതി മുളന്തുരുത്തിയിൽ കബറടങ്ങിയിരിക്കുന്ന ഹിദായത്തുള്ള മാർ ഈവാനീസ് പിതാവിൻ്റെ ഓർമ്മയാണ്. 17-ാം തീയതിയാണ് വാങ്ങിപ്പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച. 19-ാം തീയതി സകല നിവേന്മാരുടെ ഓർമ്മയാണ്. അന്ന് തന്നെയാണ് കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും കോട്ടയം മെത്രാസനത്തെ നയിച്ച പിതാവുമായ ജോസഫ് മാർ പക്കോമ്യൂസ് പിതാവിനെ ഓർക്കുന്ന ദിവസമാണ് 19-ാം തീയതി. അതുപോലെ തന്നെ സകല നിവ്യന്മാരെയും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. 20-ാം തീയതി ശമൂവേൽ നിബി അതുപോലെ തന്നെ മറ്റു പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. 22-ാം തീയതി ഹാനനിയ, ആശരിയ, മീശായേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തക പിതാക്കന്മാരെ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. 24-ാം തീയതി വാങ്ങിപ്പെരുന്നാൾ ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയാണ്. അന്ന് തന്നെയാണ് മത്യാസ് സ്ലീഹായെയും അതുപോലെ തന്നെ നമ്മുടെ ചെങ്ങന്നൂർ മെത്രാസനാധിപരായിരുന്ന ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ ഓർക്കുന്നത്. അതിനു മുമ്പ് 20-ാം തീയതി നമ്മുടെ കൊല്ലം മെത്രാസനത്തെയും അതിനു മുമ്പ് കൊച്ചി മെത്രാസനത്തെയും നയിച്ചതായ അന്തോണിയോസ് തിരുമേനിയുടെ സക്കറിയാമാർ അന്തോണിയോസ് തിരുമേനിയുടെ ഓർമ്മയുണ്ട്. 29-ാം തീയതി യൂഹാനൻ മാബ്ദാനയുടെ ശിരച്ഛേദത്തിൻ്റെ ദിവസമാണ്. കോട്ടയം മെത്രാസനത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് 31-ാം തീയതി. നമ്മുടെ മെത്രാസനത്തെ ധീരതയോടെ നയിച്ചതായ പാമ്പാടി തിരുമേനിയുടെ പിൻഗാമിയായ പാറേട്ട് മാത്യൂസ് മാർ ഈവാനീസ് പിതാവിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് മെത്രാസനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടുതൽ അഭയം പ്രാപിക്കാൻ നമ്മെ ഒരുക്കുന്ന മാസമായി നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.